ജനപ്രിയ നടൻ ദളപതി വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആയി മാറിയ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം എത്തിച്ചേർന്നിരുന്നു. അച്ഛൻ ചന്ദ്രശേഖറും അമ്മ ശോഭയും ഏതാനും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. ഭാര്യയും 2 മക്കളും ആ പരിസരത്തെവിടെയും വന്നില്ല. സ്വന്തം പിതാവ് നാടിൻ്റെ തലവനായി ചുമതലയേൽക്കുന്ന നിമിഷം കാണാൻ മക്കളായ ജെയ്സണോ ദിവ്യയോ അവിടെയെങ്ങും എത്തിയില്ല. പകരം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരി കൂടിയായ തൃഷ കൃഷ്ണൻ സന്നിഹിതയായിരുന്നു. വിജയിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ സംഗീത സ്വർണലിംഗം ഹർജി സമർപ്പിച്ച വിവരം പ്രശസ്തമാണ്. 1/4 നൂറ്റാണ്ടോളം നീണ്ട ബന്ധമാണ് നിയമപരമായി അവസാനിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാൻ സംഗീതയെ പ്രേരിപ്പിച്ചത്. ഭർത്താവിന് ഒരു നടിയുമായി അടുപ്പമുള്ളതായും വർഷങ്ങളായി താൻ അവഗണന നേരിടുന്നതായും പേജുകൾ നീണ്ട പെറ്റീഷനിൽ സംഗീത സ്വർണലിംഗം ആവശ്യപ്പെട്ടു. വിജയിയുടെ സത്യപ്രതിജ്ഞാവേളയിൽ മക്കൾ വരാതായതോടെ അവരും അമ്മയുടെ പക്ഷത്തെന്ന് നിരവധി വ്യാഖ്യാനങ്ങൾ ഉയർന്നു. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പട്ട് കോടതിയിൽ എത്തിയ കേസ് 2 പ്രാവശ്യവും മാറ്റിവയ്ക്കപ്പെട്ടു. ഇതിനിടെ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം പാർട്ടി തമിഴ്നാട്ടിൽ വമ്പൻ സ്വീകാര്യതയോടുകൂടി സംസ്ഥാനത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തു. വർഷങ്ങളോളം നീണ്ട ദ്രാവിഡ പാർട്ടികളുടെ തേർവാഴ്ചയ്ക്ക് ഇതോടുകൂടി അവസാനം കുറിച്ചു. അപ്പോഴും വിജയിയുടെ വ്യക്തിജീവിതത്തിലെ കല്ലുകടികൾ അദ്ദേഹത്തിനെതിരെ കരിനിഴലായി മാറി. മകനും മകളും പിതാവിനൊപ്പം സിനിമയിൽ അഭിനയിച്ചവർ കൂടിയാണ്. മകൻ ജെയ്സൺ സഞ്ജയ് ആദ്യ സംവിധാന ചിത്രവുമായി വരാനൊരുങ്ങുകയാണ്. അച്ഛൻ തമിഴകത്തെ അറിയപ്പെടുന്ന സിനിമാ നടനായിട്ടുകൂടിയും മകനെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നൊരാക്ഷേപം നിലനിൽക്കുന്നു. ജെയ്സൺ സഞ്ജയ്ക്ക് ആദ്യ സിനിമയുടെ നിർമ്മാതാവിനെ കണ്ടെത്താൻ സഹായിച്ചത് വിജയ് അല്ല, സംഗീതയുടെ പിതാവ് സ്വർണലിംഗം ആണെന്ന വാദം ഉയർന്നിരുന്നു. ലണ്ടനിൽ താമസമാക്കിയ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ സുഭാഷ്കരനും സ്വർണലിംഗവും തമ്മിലെ ബന്ധമാണ് കൊച്ചുമകന് മികച്ചൊരു അവസരം തുറന്നുകിട്ടാൻ കാരണം എന്ന് പ്രമുഖ ചലച്ചിത്ര PRO വിഗതൻ ശേഖർ ആരോപിച്ചിരുന്നു. മറ്റൊരു വിവാദം കൂടി ഇതിനിടെ തലപൊക്കി. മകൻ തൻ്റെ പേരിൽ നിന്നും അച്ഛൻ്റെ പേരിലെ അക്ഷരം ഉപേക്ഷിച്ച് അമ്മയുടെ പേരിൻ്റെ ആദ്യാക്ഷരമായ S പേരിനൊപ്പം ചേർത്തു എന്നായിരുന്നു അത്. ജെയ്സൺ സഞ്ജയ് S എന്നാണത്രേ ആദ്യ സിനിമയുമായി ബന്ധപ്പെട്ട രേഖകളിൽ വിജയിയുടെ മകൻ തൻ്റെ പേരെഴുതുന്നത്. പിതാവിൽ നിന്നും യാതൊരുവിധ സഹായമോ പിന്തുണയോ സ്വീകരിക്കാതെ സ്വന്തം നിലയിലാണ് ജെയ്സൺ ആദ്യ ചിത്രം പുറത്തിറക്കുന്നത്. ജൂലൈ 31 ജെയ്സൺ സഞ്ജയ് സംവിധാനം ചെയ്ത ആദ്യ സിനിമയായ സിഗ്മ റിലീസ് ചെയ്യും. ഇത്രയുമെല്ലാമായ സ്ഥിതിക്ക് ഇപ്പോൾ പുറത്തുവന്ന ഒരു ചിത്രം കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ അരികിലിരിക്കുന്ന മകൻ ജെയ്സൺ സഞ്ജയുടെ ചിത്രമാണിത്. ഫാൻ പേജിലാണ് ഈ ചിത്രം വന്നത്. കണ്ടാൽ ഒറിജിനൽ അല്ലെന്ന് പറയാൻ സാധിക്കുകയുമില്ല. അതേസമയം ഇത് AI ആണോ എന്ന് മറുപക്ഷം സംശയം പ്രകടിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയായ ശേഷമുള്ള ലുക്കിലാണ് വിജയ്. എന്തായാലും അച്ഛനും മകനുമിടയിലെ ശീതസമരം അവസാനിപ്പിച്ചോയെന്ന ചോദ്യമുയർത്തുകയാണ് ഈ ചിത്രം.